നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് കൂടി എടുത്തേക്കാം ഇന്നത്തേക്ക്. ഞാനിന്ന് ഇപ്പം എല്ലാം ലേറ്റ് ആയിട്ട് ഇടുകയാണ്. സോറി. ഒരു ലാസ്റ്റ് ഈ ഒരു 10-15 ദിവസം കൂടി റിലേഷൻ, ഐ തിങ്ക് അതും കൂടി കഴിയുമ്പോഴേക്കും ഞാൻ ഫുള്ളി ഫ്രീ ആവാൻ തുടങ്ങും. ബാക്ക് ടു എൻ്റെ റൊട്ടീനിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം തൽക്കാലം റിലേഷൻഷിപ്പിൻ്റെ റീഡിങ്ങിൽ നിന്ന് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ ഗൈഡൻസ് തരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പേഴ്സൺ സംസാരിക്കുന്നുണ്ടാവാമില്ല, എന്ത് തന്നെയായാലും ഓക്കെ, ജസ്റ്റ് ഓവറോൾ കാർഡിൽ നമുക്ക് കാണിക്കുന്ന സിറ്റുവേഷൻ എന്താ നോക്കാം. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ ഗൈഡൻസ് തരുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ഫീലിങ്സും വരും ഇതിൽ, നമുക്ക് നോക്കാം. എല്ലാം ഉണ്ടാവും. ചാരിയറ്റ് ആണ്, നൈറ്റ് ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്, ഓക്കെ, ഈ കാർഡ് കാണിക്കാൻ പാടില്ല. 8 ഓഫ് സോഡ്സ് ആണിത്. Queen of Pentacles and 3 of Wands. Devil. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരുടെ മനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് സിറ്റുവേഷനെ കുറിച്ച്. ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഓക്കെ, 3 ഓഫ് വാൻസും ഉണ്ട് ഇവിടെ. സോ ഡെഫിനറ്റ്ലി അവർ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് എന്താണ് ഇതിൽ ചാൻസ്, എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവർ. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ശരിക്കും അവർക്കൊരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ലൈക്ക് ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നുണ്ട് എന്നിടത്തോളം. ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും. ഓക്കെ, അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട്, ഇമോഷണൽ ആയിരിക്കും നിങ്ങൾ, അല്ല എന്നല്ല, പക്ഷെ എവിടേക്കോ നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി ഉണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ക്യാരക്ടറുമായിരിക്കാം. ഓക്കെ, നമ്മൾ എത്ര കരഞ്ഞാലും ഇതാക്കിയാലും ചിലവരുണ്ടല്ലോ ഇങ്ങനെ ഒരു വളരെ ശരിക്കും സ്ട്രെങ്ത് ഉണ്ട് അവരുടെ ഉള്ളിൽ. ചിലപ്പോൾ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നത്. മേ ബി നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അവരുടെ ലൈഫിൽ ഓക്കെ നിങ്ങളൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന വ്യക്തിയാണ് എന്തായാലും. അതങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഇത് നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻസ് പറയുമ്പോൾ നമുക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഫീലിങ്സ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗിഫ്റ്റുമായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ബട്ട് ലേശം സ്റ്റക്ക് ഉണ്ട്. 8 ഓഫ് സോഡ്സ് ഉണ്ട് നമുക്കിവിടെ. ഇത് മെന്റൽ സ്റ്റക്കാണ്. അവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് വരിക, ഈ സിറ്റുവേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും, അതിൽ അവർ സ്റ്റക്കാണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പാഷനേറ്റ് ആയിട്ട് അവർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഫീലിങ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ റിലേഷൻ സൈലന്റ് ആയിരിക്കാം, മാറി നിൽക്കുന്നുണ്ടാവാം. അഗെയിൻ ഇവിടെ ഡെവിളാണ്. ഡെവിൾ എനർജിയും പറയുന്നത് നമ്മൾ പേടികൾ, ഫിയേഴ്സ് എന്ന രീതിക്കാണ്, ഇൻസെക്യൂരിറ്റീസ് എന്ന രീതിക്കാണ്. ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സും ഉണ്ട്, ഡെവിളും ഉണ്ട്. രണ്ടും പറയുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഓക്കെ, അത് അവർക്ക് ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല, അവരെ തടയുന്ന കാര്യങ്ങൾ. അതെന്തുമാവാം. കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനിക്ക് അങ്ങനെ പറയാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത്രയും എനർജി ഉണ്ട്. എന്നാലും മേ ബി കുറച്ച് പേർക്ക് അവരുടെ അഡിക്ഷൻസ് ആയിരിക്കാം, അവരുടെ ഫിയേഴ്സ് ആയിരിക്കാം, ഇൻസെക്യൂരിറ്റീസ് ആവാം. ഈ ബന്ധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുമോ, അതോ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന രീതിക്കുള്ള ചിന്തകളാണ്. പല കാര്യങ്ങളും മേ ബി അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഓക്കെ യെസ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം. അവർ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി തടയും എന്ന രീതിക്കായിരിക്കാം. സോ പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാണുന്നത് എനിക്ക്. ഹെർമിറ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ സൈലന്റ് ആയിരിക്കാം. ആൻഡ് ഇവിടെ ഡെവിൾ എനർജി ഞാൻ പറഞ്ഞ ഒരു ഉള്ളിൽ ഒരുപാട് പേടികളുണ്ട്. ഫൈനാൻസിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. എന്തോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ആഗ്രഹമുണ്ട്. ശരിക്കും ഇവിടെ ഇത് നമ്മൾ പറയുമ്പോൾ 2 ചോയ്സ് എന്ന രീതിക്കാണ് പറയാം. എങ്ങോട്ട് നീങ്ങണം, അല്ലെങ്കിൽ ഏത് വഴിക്ക് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഓക്കെ, ബട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ശ്രമിക്കും അവരെന്തായാലും. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ചുകൂടി എന്തിലാണ് അവർ പെട്ട് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇവിടെ ബ്ലോക്കേജ്, എന്താണ് തടസ്സം, നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സമായിട്ട് ഇപ്പം എന്താ കാണുന്നത്?
ടു ഓഫ് കപ്സ് എനർജിയാണ്. വാവ്, ബ്യൂട്ടിഫുൾ. ഹാങ്മാൻ അഗെയിൻ സ്റ്റക്ക് എനർജി. പേജ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമ്മെച്യൂരിറ്റി, അതായത് പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ടു ഓഫ് കപ്സ് എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫീലിങ്സ്, നോ ഡൗട്ട്. ഓക്കെ, നിങ്ങളോട് വളരെയധികം അവർക്ക് ഇഷ്ടവും സ്നേഹവും പാസ്റ്റ് ലൈഫ് കണക്ഷനും എല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം അത്രത്തോളം ഉണ്ട്. പക്ഷെ അഗൈൻ നമുക്ക് ഹാങ്മാൻ വന്നു, 8 ഓഫ് സോർഡ്സും ഹാങ്മാനും വന്നു. രണ്ടും പറയുന്നത് സ്റ്റക്ക് എനർജിയാണ്, അവരിപ്പോൾ അനങ്ങുന്നില്ല എന്ന രീതിയിലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, പേഴ്സൺ ശരിക്കും ഇവിടെ 3 പേജാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വളരെ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ, ഒരു ആക്ഷൻ എടുക്കുന്ന ലെവൽ അവരെത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പം എല്ലാം മനസ്സിലുണ്ട്, ചിന്തകളിലുണ്ട്, അവർക്ക് കുറച്ച് ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ കുറേ ആഗ്രഹങ്ങളുണ്ട്, ആശകളുണ്ട്, എല്ലാം മനസ്സിലുണ്ട്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവുക കുറച്ച് പേരൊക്കെ. ആക്ച്വലി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, മേ ബി. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 1-2 കാർഡ്സിൽ വരുന്നുണ്ട്. സോ യെസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട്, ലൈക്ക് ഒരു നിങ്ങൾക്ക് തോന്നും ഫ്ലർട്ടിങ് ആണ് എന്ന്. ഓക്കെ, അവർ സീരിയസ് അല്ല എന്ന രീതിക്കാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷെ അവർക്ക് ആ ഫീൽ ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് ഇവിടെ 2 ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, അവരെത്ര ലൈക്ക് ഇമ്മെച്യൂർ, അവർക്കൊരു പേടികളാണ്. എനിക്ക് മനസ്സിലാവുന്ന മെയിൻലി അവർക്ക് പേടികളാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടി എനർജി ഉണ്ടാവാം, അതായിരിക്കാം ചിലപ്പോൾ തടസ്സം പെടുത്തുക. ബട്ട് ആ ഒരു അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പേടിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ തേർഡ് പാർട്ടി ആരും ആവാം, അവരുടെ ഫാമിലി ആവാം, ലൈക്ക് അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ബട്ട് എന്ത് തന്നെയായാലും ഓക്കെ, ഫീലിങ്സ് യെസ്, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് എനിക്ക് കാണുന്നത്. സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ സപ്പോസ് കുറേ വർഷമായിട്ട് നിങ്ങൾ അറിയുന്നതാണ്, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിയാം, എല്ലാം ഉണ്ടെങ്കിലും അവർ ഞാൻ പറയുന്ന അവരുടെ ആ ഒരു ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവർ എപ്പോഴും ആ ഒരു ലെവലിലാണ് അവർ നിർത്തുന്നത് ഇപ്പോഴും ഈ ബന്ധത്തിനെ. ഓക്കെ, മുന്നോട്ടൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ശരി ഞാൻ സ്റ്റേബിളായിട്ട് നിൽക്കും നിങ്ങളുടെ കൂടെ എന്നുള്ളൊരു വാക്കായിട്ടോ അവർ വരുന്നില്ല. എനിക്ക് പറയുന്നുണ്ടാവും, എല്ലാം പറയലും അവർക്ക് ചിന്തകളിലും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആക്ഷനിൽ വരുമ്പോൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുന്നില്ല, അതിൽ അവർ ഒരു ലേശം പുറകോട്ടാവുകയാണ്. അതാണ് ഇവിടെ എനിക്ക് കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, സോ സിറ്റുവേഷനിൽ ഇതാണിപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും കേട്ടോ. ഓരോരുത്തർക്ക് ലൈക്ക് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ആയിരിക്കാം, കുറച്ച് പേർക്ക് ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻസ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. ഓക്കെ, ബട്ട് യെസ്, നിങ്ങൾ തമ്മിലുള്ള കൺഫർമേഷൻ ഉണ്ട് ഇവിടെ, സോൾമേറ്റ് കൺഫർമേഷൻ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങൾ പേഴ്സണെ തിരിച്ചറിയുന്നുമുണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു മെച്യൂർഡ് ലെവലിലേക്ക് വന്നിട്ട് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ഒരു നൈറ്റ് വരെ എത്തുന്നുണ്ട്, അപ്പോഴും പേജ് കഴിഞ്ഞാൽ നൈറ്റാണ് വരിക. ഓക്കെ, അടുത്ത മെച്യൂരിറ്റി ലെവൽ, അത് കഴിഞ്ഞാൽ കിങ് എന്ന രീതിക്ക്, കിങ് അല്ലെങ്കിൽ ക്വീൻ എന്ന രീതിക്ക് വിളിക്കും നമ്മൾ. ആ ലെവലിലേക്ക് അവരെത്തുന്നില്ല അവിടെ, അതാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, സോ ഒരു കുറച്ചുകൂടി മെച്യൂർഡ് ആവണം, കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ. മേ ബി അവർ ലൈഫിൽ സാധിക്കില്ല എന്നുള്ള ഫീലിംഗ് ആയിരിക്കാം. മേ ബി മാരീഡൊക്കെ ആണെങ്കിൽ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും സ്റ്റക്കാണ്, എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ പറയുക. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് ഇവിടെ? നിങ്ങൾ എന്ത് ചെയ്യണം? അവോയ്ഡൻസ്, സ്റ്റേൽമേറ്റ്, ട്രൂത്ത്, എക്സ്പ്രഷൻ, ഗ്രോത്ത്, സമ്മർ, സ്റ്റെബിലിറ്റി, ഹാർമണി, ഫ്ലോ ആൻഡ് ഏസ് ഓഫ് കപ്സ്. യെസ്, തീർച്ചയായിട്ടും അവർക്ക് സ്നേഹമുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വളരെയധികം അവർക്ക് സ്നേഹം തന്നെയാണ് നിങ്ങളോട്. അഗൈൻ ഇവിടെ ലിമിറ്റേഷൻസ്, ഫിയേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മെയിൻ ബ്ലോക്കേജ് ഇവിടുത്തെ. നിങ്ങളുടെ ഇടയിൽ ഏറ്റവും മെയിൻ ബ്ലോക്കേജ് ഇതാണ്. ഓക്കെ, അതായത് അവരുടെ ഉള്ളിലെ പേടികൾ, അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്ത് തന്നെ സാഹചര്യങ്ങളായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, പല സാഹചര്യങ്ങളായിരിക്കും. സോ അതൊക്കെയാണ് അവരുടെ മനസ്സിൽ. പക്ഷേ ആ ലിമിറ്റേഷൻ ഒന്ന് അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു ധൈര്യം വരുന്നില്ല. ഓക്കെ, എനിക്ക് വേണ്ടത്, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും എന്നവർ ചിന്തിക്കുന്നില്ല. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. അഗൈൻ അവോയ്ഡൻസ്, അവർ ശരിക്കും പറയില്ല, മെച്യൂർഡായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരെങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അവിടെ ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യുക, നിങ്ങളോട് നേരെ സംസാരിക്കില്ല, ക്ലിയർ ആയിട്ട് പറയില്ല, മാറി നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ട്രൂത്ത് എന്ന് കാണുന്നുണ്ട്. അവർ മനസ്സിൽ ഈ സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അവർ ട്രൂത്ത് ഇതാണ്, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, അതാണ് ട്രൂത്ത് ഇവിടുത്തെ. ആ ട്രൂത്ത് അവർ പറയും. യെസ്, അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും. ഫുള്ളി സ്റ്റേബിൾ ആയിട്ടൊരു ഗ്രോത്ത് കൊണ്ടുവരും നിങ്ങളുടെ ഇടയിൽ, ശ്രമിക്കും അവർ തീർച്ചയായിട്ടും.
ഹാർമണി കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ലൊരു രീതിയിൽ പോകാനുള്ള അവർ ശ്രമിക്കും. ആൻഡ് ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. സമ്മർ ടൈമാണ് കാണുന്നത്. ഇപ്പോൾ സമ്മർ ഞങ്ങൾക്ക് ഇവിടെ US ഇപ്പോഴാണ് സമ്മർ, നിങ്ങൾക്ക് ഇന്ത്യയിൽ നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട് അല്ലേ. സോ മേ ബി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ എന്തായാലും ഇവിടെ ഒരു മെയിൻ പോസിറ്റീവ് പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടുത്തെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ഓക്കെ, സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആക്ഷനിൽ വന്നില്ലെങ്കിൽ ഇത് കാര്യമില്ല. സോ അത് നിങ്ങൾ കൂടി മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ലൈഫ് കളയാവുന്ന രീതിയിലല്ല. ഓക്കെ, യെസ്, അവർക്ക് സ്നേഹമുണ്ട്, ശരി തന്നെയാണ്. ഓക്കെ, എല്ലാം ഉണ്ട്, അവർക്ക് ആക്ഷൻ എടുക്കണമെന്ന്, പക്ഷെ ആക്ഷൻ എടുക്കട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ മാരേജ് ഒക്കെ ആണെങ്കിൽ അതിനെ വിട്ടെറിഞ്ഞ്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിട്ടെറിഞ്ഞ് വരാം, അങ്ങനെയല്ല. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ആ ഒരു സത്യം എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് തുറന്നു പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുക എന്ന രീതിയിൽ അല്ലേ. സോ അതെങ്കിലും ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ലെവൽ. ബാക്കിയെല്ലാം എനിക്കിവിടെ ആ ഒരു ഇമ്മെച്യൂർഡ് നേച്ചറാണ് എനിക്ക് കാണുന്നത്. ഒരു കുട്ടികളുടെ സ്വഭാവം, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ യങ് തന്നെ ആയിരിക്കാം, ഓൾറെഡി കാണുന്നവർ സിംഗിൾസ് ആണ്, നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഫാമിലിയെ പേടി ഉണ്ടാവാം. ഓക്കെ, ഫാമിലി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായിരിക്കാം. കുറച്ച് പേർക്ക് ലൈക്ക് മേ ബി സിംഗിൾസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു മെച്യൂരിറ്റി ഇനിയും വന്നിട്ടില്ല. ലൈക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിക്കുള്ള ആ ഒരു ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല. ഓക്കെ, ബട്ട് വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും. സമ്മർ എന്നാണ് കാണുന്നത്, കുറച്ച് ഡിലേ ആണ്. ഓക്കെ, നിങ്ങളും അല്പം, പക്ഷേ ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്റ്റേബിൾ ആവാൻ നിങ്ങൾ യൂസ് ചെയ്യുക ഈ സമയം. അവരെ കാത്തിരിക്കുക. ബട്ട് ഞാൻ ഇടയിൽ ഒരു ദിവസം കമൻറ്റ് ആർക്കും ഇട്ടിരുന്നു, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ ലൈഫ് കളയലല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫ് കൂടി ബെറ്റർ ആക്കണം, അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അവർ മനസ്സിൽ ആഗ്രഹം വെക്കാം, വരണം എന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ എന്ന് വെച്ചാൽ അതും നോക്കി ഇരുന്നിട്ട് ബാക്കി നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാതെ വിട്ട് കളയലല്ല. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ യെസ്, എന്തായാലും സോൾമേറ്റ് ആണ് ഇവിടെ, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഓക്കെ, എല്ലാവർക്കും അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു.